ബജറ്റ് അവതരണത്തിൽ കേന്ദ്രത്തെ കടന്നാക്രമിച്ച ധനമന്ത്രി. ഇന്ത്യയിൽ വോട്ട് ചോരി മാത്രമല്ല നോട്ട് ചോരിയുമുണ്ട്. കേന്ദ്രം GST വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ കേരളത്തിന് 8000 കോടിയുടെ നഷ്ടമുണ്ടായി. നികുതി വർധനവിലൂടെയാണ് കേന്ദ്രത്തിന്റെ അവഗണന ഉണ്ടായപ്പോഴും പിടിച്ചുനിന്നത്. തനത് നികുതിയേതര വരുമാനവും വർദ്ധിച്ചു. കേന്ദ്ര അവഗണന ഇല്ലായിരുന്നുവെങ്കിൽ കേരളം എവിടെ എത്തിയേനെന്നും ധനമന്ത്രി ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട് ജോലി നടക്കുകയാണ്. നോട്ട് ജോലി നടക്കുന്നു എന്നതിന് തെളിവ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഹാജരാക്കുന്നുണ്ട്. അടുത്ത കാലത്ത് CAG ധനകാര്യം സംബന്ധിച്ച പുറത്തിറക്കിയ റിപ്പോർട്ട് കേരളത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം. 75% സംസ്ഥാനം സ്വന്തം നിലയിൽ കണ്ടെത്തുകയാണ്. രാജ്യത്തെ ശരാശരി എടുത്താൽ സംസ്ഥാനം കേന്ദ്രവിഹിതമായി 50% മുകളിൽ ലഭിക്കുമ്പോഴാണ് ഈ അവഗണന എന്നുള്ളത് നാം തിരിച്ചറിയണം. ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ് കരുത്തുറ്റ ഒരു യൂണിയനിലെ നിർണായക ഘടകം. എന്നാൽ ഇന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ കവർന്നെടുക്കപ്പെടുകയാണ്. കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹങ്ങൾ പോലെ സംസ്ഥാനങ്ങൾ നിലകൊള്ളേണ്ടി വരുന്നു. കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകുന്ന വിഹിതം വാങ്ങി ഏറാൻ മൂടികളെ പോലെ സംസ്ഥാനങ്ങൾക്ക് ഉപജീവിക്കേണ്ടി വരുന്നു. സർ, വരും കാലത്ത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേലുള്ള കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റം സംബന്ധിച്ചുള്ളതായിരിക്കും. സർ, കേരളത്തോടുള്ള അതിഗുരുതരമായ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ നാടിൻ്റെ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. തനത് നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിനുമായി 1,52,645 കോടിയിലേറെ നമുക്ക് അധികമായി 5 വർഷക്കാലം കൊണ്ട് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. സർ, അതാണ് കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിൽ നമ്മെ പിടിച്ചു നിർത്താൻ സഹായിച്ചത്. അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ട്. അധികമായി പിരിച്ചെടുത്ത തനത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ഈ അവസരത്തിൽ ഈ നേട്ടം സാധ്യമാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥരെയും സർവോപരി നികുതിദായകരെയും അഭിനന്ദിക്കുകയാണ്. അവരോടുള്ള സർക്കാരിൻ്റെ കടപ്പാട് അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒത്തൊരുമ പരസ്യമായ രഹസ്യമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും. കേരളത്തിൻ്റെ കഥ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നേർവിപരീതമാണ്. കേന്ദ്ര അവഗണനയുടെ വാർത്ത പുറത്തു വരുമ്പോൾ ആഘോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രകൃതി ദുരന്ത കാലത്ത് പോലും അതുണ്ടായി. പക്ഷേ സമീപകാലത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വേദികളിലും അവഗണനയുടെ സത്യം ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലിയ അവഗണനയുണ്ടെന്ന കാര്യം ഇപ്പോൾ വിദഗ്ധന്മാരും മാധ്യമങ്ങളും പൊതുവെ സമ്മതിക്കുന്നുമുണ്ട്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കേന്ദ്രത്തിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരണത്തിലേക്ക് കടന്നതെന്ന് തന്നെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് വിശദീകരിക്കുന്നു. കേന്ദ്രത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും ഉണ്ടായിരുന്നു താങ്ങ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, അതിനനുസരിച്ചുള്ള ചില രാഷ്ട്രീയ പരാമർശങ്ങൾ കൂടി KN ബാലഗോപാലിന്റെ ബജറ്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേന്ദ്രത്തെ മാത്രമല്ല, ഒപ്പം പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് കുത്തിപ്പറഞ്ഞുള്ള പരാമർശങ്ങൾ പല ഘട്ടത്തിലും പല സമയങ്ങളിലും ബജറ്റിൽ അങ്ങിങ്ങായി ഇങ്ങനെ ചിതറിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിൽ കേന്ദ്രത്തിനെതിരെ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം വോട്ട് ചോരി മാത്രമല്ല, നോട്ട് ചോരി കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ്. കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ സംസ്ഥാനങ്ങൾക്കുള്ള തനത് ഫണ്ട് കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നുവെന്നത്. അത് വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു സംസ്ഥാന സർക്കാരിനെ. ആ സർക്കാരിന്റെ പ്രതിദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ സാമ്പത്തിക ഉപരോധം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ഈ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന അല്ലെങ്കിൽ അവരെ ഉപരോധത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തും. അതാണ് വരാനിരിക്കുന്ന കാലം നേരിടാൻ വേണ്ടി പോകുന്ന വലിയ പ്രതിസന്ധി. അതായത് ഫെഡറൽ സംവിധാനങ്ങളുടെ തന്നെ മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി KN ബാലഗോപാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഇവിടെ പലപ്പോഴും കേന്ദ്രത്തിന് മുന്നിൽ പോയി ഏറാൻ മൂളികളെ പോലെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ GST വെട്ടിക്കുറച്ചിലൂടെ മാത്രം ഏതാണ്ട് 8000 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നതെന്നുകൂടി KN ബാലഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനിടയിൽ പ്രധാനമായും KN ബാലഗോപാൽ പറയുന്നത് ഇതിനെതിരെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ കേന്ദ്രത്തിനെതിരെ ഉണ്ടായി. അവിടെ പ്രതിപക്ഷ ഭരണപക്ഷം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ സമരം പ്രഖ്യാപിക്കുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല.
കേന്ദ്രം അവഗണിക്കുമ്പോൾ ആഘോഷിക്കുന്ന ചില കൂട്ടർ ഇവിടെ ഉണ്ടെന്ന് പ്രതിപക്ഷത്തെ പേരെടുത്ത് പറയാതെ കെ എൻ ബാലഗോപാൽ വിമർശിക്കുന്നുണ്ട്. അതായത് പല സംസ്ഥാനങ്ങളിലും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിച്ചപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നില്ല. പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ പോലും ഇവിടെ ഐക്യം ഉണ്ടായില്ലെന്നും പ്രതിപക്ഷത്തെ കൃത്യമായി കുറ്റപ്പെടുത്തുന്നുണ്ട് തന്റെ ബജറ്റ് പ്രസംഗത്തിൽ കെ എൻ ബാലഗോപാൽ. ഇതിനെ പ്രതിരോധിച്ചത് നികുതിയിതര വരുമാനം വർദ്ധിച്ചതിലൂടെയാണ്. അതായത് ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ഡ് അതായിരുന്നു, അത് ഉപയോഗിച്ചാണ്. അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്രം അവഗണിച്ചപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതെന്ന് കൂടി ധനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കേന്ദ്ര അവഗണനയുടെ ഘട്ടത്തിൽ കേരളം, ഈ സംസ്ഥാനം എവിടെ എത്തിയേനെ എന്ന് കൂടിയാണ് മന്ത്രി ചോദിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾക്കൊപ്പം തന്നെ ചില പരാമർശങ്ങൾ കൂടി ഈ ബജറ്റിൽ ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.